നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ ചിക്കൻ കറി. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, കടുക് പൊട്ടട്ടെ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഇത് നല്ലപോലെ മൂത്ത് വരണം, അല്ലെങ്കിൽ പച്ച വേവിക്കും. കളർ മാറി വരുന്നുണ്ട്, ഗോൾഡൻ കളറായി വരുന്നുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം, നല്ലപോലെ ഇളക്കി കൊടുക്കണം ചെറുതീയിൽ. മൂത്ത് വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം സവാളയും വെളുത്തുള്ളിയും ഒരുമിച്ചാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ മൂത്ത് പച്ചമണം മാറി വരണം, നല്ലപോലെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലപോലെ സമയം എടുക്കും ഇത് വഴണ്ട് വരാൻ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അന്നേരം നമ്മൾ കറിക്ക് ഉപ്പ് ചേർക്കുമ്പോൾ അത് അനുസരിച്ച് ചേർത്താൽ മതി. നമ്മൾ ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏകദേശം ഉള്ളി, ഇഞ്ചിയും എല്ലാം വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചേർക്കുമെന്നറിയില്ല. നമ്മളൊരു കായത്തിൻ്റെ ചെറിയൊരു കഷ്ണം കൂടെ ഇടുന്നുണ്ട്. അത് നല്ലപോലെ അതിൽ ഇതായി ചേർക്കും. നല്ലപോലെ വഴണ്ട് കളറ് മാറി ബ്രൗൺ കളറായി. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കരിഞ്ഞു പോകാതെ, അടിക്ക് പിടിക്കാതെ കരിഞ്ഞു പോകാതെ നമ്മളതിന് ചേർക്കേണ്ട പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചിക്കൻ മസാലയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്. നമ്മുടെ ഉള്ളിയെല്ലാം കളറ് മാറി ബ്രൗൺ കളറായി. ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ പൊടിയുടെ പച്ചമണം നല്ലപോലെ മാറണം. നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരി. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പൊടിയുടെ പച്ചമണം മാറ്റിയെടുക്കുക. ചെറു തീയിൽ വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ കഴുകി വാരി വെച്ച ചിക്കൻ ചേർക്കുകയാണ്. നമ്മുടെ പൊടികളെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമ്മളിപ്പം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും. അത് കഴിഞ്ഞ്
നമുക്ക് വേണ്ട വെള്ളം നമുക്ക് ചേർക്കാം. കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് ഇത് കഴിഞ്ഞ് നമുക്ക് വേവിക്കണം. അത് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അത് പോരാതെ വന്നാൽ നമുക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം, തീ കുറച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ തല്ലിപ്പൊത്തി വെച്ചിരിക്കുകയാണ്. മസാലയെല്ലാം നല്ലപോലെ പിടിച്ച് ചെറുതീയിൽ വെന്ത് കുറുകി വരട്ടെ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇനിയും ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അവിടെ ഇരുന്ന് വേകട്ടെ. പകുതി വേഗമായിട്ടുണ്ട്. വെള്ളമെല്ലാം ഇറങ്ങി. നമ്മളൊന്നുകൂടെ ഇളക്കി കൊടുത്ത് വീണ്ടും തല്ലിപ്പൊത്തി വെച്ച് ചെറു തീയിൽ വേവിച്ചെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ പെരുംജീരകം മസാലക്കൂട്ടെല്ലാം ഇടിച്ച് ചേർത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാലയെല്ലാം അതിൽ പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാകും. വെള്ളമെല്ലാം ഒന്ന് ചെറുതായിട്ട് പറ്റി വരും.